മിനയിലെ ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനയിലെ ടെൻറ്റുകളും ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളും. ആ ദൂരെ കാണുന്നതാണ് ജംറാത്തുകൾ, കല്ലെറിയുന്ന സ്ഥലങ്ങൾ. മിനയിലെ കല്ലെറിയുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ കയറുന്ന സ്റ്റെപ്പുകളാണ് റൗണ്ട്. ഇപ്പോൾ മിനയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മിനയിലെ ടെൻറ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മിനയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ജംറകൾ, കല്ലെറിയുന്ന സ്ഥലങ്ങൾ. ആ റൗണ്ട് കാണുന്നത് അതിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളാണ്. 4 തട്ടുകളിലായിട്ട് ജംറകളിൽ കല്ലെറിയാനുള്ള സൗകര്യമുണ്ട്. ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത. ഈ 3 ജംറകളിലേക്ക് കല്ലെറിയാൻ വേണ്ടി ഹാജിമാർ പോകുന്ന വഴികളാണ് നമ്മൾ കാണുന്നത്. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്. പെരുന്നാളിൻ്റെ അന്ന് ജംറത്തുൽ അഖബയിലേക്കും അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിൽ 3 ജംറകളിലേക്കും 7 വീതം കല്ലെറിയുക എന്നുള്ളത്. അപ്പം നമ്മൾ മിനയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹജ്ജിൻ്റെ ആദ്യ ദിവസങ്ങളിലും അഥവാ ദുൽഹിജ്ജ 8-ൻ്റെ രാവ്, അതേപോലെ തന്നെ അവസാന ദിവസങ്ങളിലും അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ, ആ സമയങ്ങളിലൊക്കെ ഹാജിമാർ താമസിക്കുന്നത് മിനയിലാണ്. അപ്പം ഹാജിമാരുടെ പ്രധാനപ്പെട്ട ഒരു താമസ ഇടമാണ് മിന. മിനയിൽ ഹാജിമാർ താമസിക്കുന്ന ടെൻറ്റുകൾ, അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മിനയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹാജിമാർ ഈ ടെൻറ്റുകളിലാണ് താമസിക്കുന്നത്. മിനയിലെ ജീവിതകാലം, ഹാജിമാർ മിനയിൽ താമസിക്കുന്ന കാലം വളരെ ത്യാഗപൂർണമായ ജീവിതമാണ്. ഒരു ടെൻറ്റിൽ 40-ഉം 50-ഉം ഒക്കെ ആളുകൾ താമസിക്കുന്ന രംഗം. ഇപ്പോൾ അവിടെയുള്ള ടെൻറ്റുകളൊക്കെ തീപിടിക്കാത്ത രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുമ്പ് മിനയിലുണ്ടായിരുന്ന തീയപകടം നമ്മളെ വളരെ വേദനിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ടെൻറ്റുകൾക്ക് തീ പിടിക്കാത്ത രൂപത്തിലുള്ള നിലയിലാണ് ടെൻറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, മിനയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കെല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നത് ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഈ ഓരോ ടെൻറ്റുകളിലും 40-ഉം 50-ഒക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ദുൽഹിജ്ജ മാസം ആരംഭിച്ചു. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 8-ൻ്റെ രാവൊക്കെ മിനയിൽ ജനനിബിഡമായിരിക്കും. ഇവിടെയൊക്കെ പിന്നെ താഴെ പിരിക്കും. ഓരോരുത്തർക്ക് ചെറിയൊരു ബെഡ് സൗകര്യം ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും നിലത്തന്നെയാണ് കിടക്കുക. ദുൽഹിജ്ജ 8 കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ല. ഇവിടെയൊക്കെ ജനനിബിഡായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ, മിനയിലെ ടെൻറ്റുകളൊക്കെ നമുക്ക് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് വീഡിയോയിൽ ദൃശ്യങ്ങളൊന്ന് കണ്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കാമല്ലോ. ഓക്കെ, എത്ര അടുത്തടുത്ത് മുട്ടിയാണ് ടെൻറ്റുകൾ. ഇതിൻ്റെ ഉള്ളിൽ, ഓരോ ടെൻറ്റിൻ്റെ ഉള്ളിൽ 40 ആളുകളൊക്കെ കിടക്കാമെന്ന് പറയുമ്പോൾ ഉള്ള രംഗം വളരെ അടുപ്പിച്ചിട്ട് കിടക്കുക. കവറിൽ കിടക്കുന്ന പോലെയാണ് മിനയിലെ ടെൻറ്റുകൾക്കുള്ളിൽ കിടക്കേണ്ടത്. മിന ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കുവാൻ വേണ്ടി കിടത്തിയത് മിനയിലാണ്. ആ സമയത്താണല്ലോ പിശാചി പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെടുത്തെറിഞ്ഞതൊക്കെ. അതിനെ ഓർത്തുകൊണ്ടാണ് ഇന്ന് മിനയിലെ ജംറകളിൽ ഹാജിമാർ കല്ലെറിയുന്നത്. വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്ന അബ്രഹത്തെയും സംഘത്തെയും അള്ളാഹു നശിപ്പിച്ചത് മിനയുടെ തൊട്ടരികിൽ വെച്ചിട്ടാണ്. മുസ്ദലിഫയുടെയും മിനയുടെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ആ സംഭവം നടന്നത്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മിനയിലെ പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. നൂറുകണക്കിന് അമ്പിയാക്കളുടെ ഖബർ ആ മസ്ജിദുൽ ഖൈഫിൻ്റെ പരിസരത്തുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും
ദുൽഹിജ്ജ 8 രാവ് മിനയിൽ രാപ്പാർക്കലോടുകൂടെ സുപ്രധാനമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. അല്ലാഹു നമുക്കൊക്കെ പരിശുദ്ധമായ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്രയും പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാനും അറിവുകൾ നേടാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. കൂടുതൽ ആളുകൾ ഈ അറിവുകൾ അവർക്ക് ലഭിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.